കാൽവരിമലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി. കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളങ്ങൾ തിളങ്ങി. കാൽവരിമലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി. കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളങ്ങൾ തിളങ്ങി. തിരുച്ചോരയിലെന്നെ കഴുകേണമേ. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിലെന്നെ കഴുകേണമേ. നിന്മരക്കുരിശിൻ ചാരയി ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. നിന്മരക്കുരിശിൻ ചാരയി ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. ഈശോയെ സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കേറെ സ്പോർട്സ് ദിനമാണ്. നമ്മുടെ 18 കുട്ടികൾ ഈശോയെ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അവരെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹദായകമായ സുദിനമാണ്. ഈ മക്കളെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയാം. ഇവരെ ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ക്രിസ്തു ശിശുക്കളെ സ്വീകരിക്കുന്ന ഈ സുദിനം, അതിൽ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ദൈവങ്ങളുടെ കൃപ നൽകുന്നുണ്ട്. അതിനുള്ള അനുയോജ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പനും അമ്മയ്ക്കും ചെയ്യുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുക. നമ്മുടെ മക്കളുടെ ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതോടൊപ്പം ദൈവത്തിന് പ്രതികരമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ബാലനായ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ മുമ്പിൽ വളർന്നു വന്നുവല്ല യേശു പിതാവും മാതാവും ആ യേശു യേശുവിനെ വളർത്തി എന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഇതുപോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട്, സഭയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട്, സമൂഹത്തിന് പ്രിയപ്പെട്ടവരായിട്ട്, കുടുംബത്തിന് വലിയ പ്രകാശമായിട്ട് വളർന്നു വരുവാൻ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ അവർക്ക് ഈ സ്വീകരണത്തിലൂടെ സാധിക്കട്ടെ. ഈ ഇന്ന് നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വലിയ ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ ചൈതന്യം എന്നും അവരുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും സമർപ്പിച്ച് വലിയ നമുക്ക് പ്രാർത്ഥിക്കുകയും തിരിച്ച് ഈ കുടുംബങ്ങളെ 18 കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സ്നേഹത്താൽ ഈ കുഞ്ഞുങ്ങൾ നിറയേണ്ടത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. ഇത് വിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട റിനോജ് പട്ടക്കാരൻ അച്ഛനാണ്. കാർമൽ പ്രൊവിൻസിയുടെ കൗൺസിലറും വിക്കപ്പ് പ്രൊവിൻഷ്യലുമാണ് റിനോജ് പട്ടക്കാരൻ അച്ഛൻ. അച്ഛന് നല്ല അധ്യാപകൻ, അതുപോലെ നല്ല നേതൃത്വ പാഠം കൊടുക്കുന്ന വ്യക്തിയുമാണ്. വിവിധ സ്കൂളുകളുടെ പ്രിൻസിപ്പളായിട്ടും അതുപോലെ ബാംഗ്ലൂർ ഹൈസ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടും ഒക്കെ സേവനം ചെയ്ത് വിദ്യാഭ്യാസ രംഗത്തും മറ്റ് അജപാല രംഗത്തും നിറഞ്ഞ സാന്നിധ്യമാണ് റിനോജ് പട്ടക്കാരൻ അച്ഛന്.
അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ഇടവ സമൂഹത്തിലെ ഇന്നത്തെ എല്ലാ തിരുക്കർമ്മങ്ങളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തോമസ് കുമ്പകൽ ആദംകുഴി കുടുംബത്തിലെ കുടുംബാംഗമാണ്. തോമസ് കുമ്പകൽ പാലാരൂപതയിലെ വൈദികനാണ്. അച്ഛനെ സ്നേഹത്തോടെ ഞാൻ ഇടവ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇടവകയിലെ ആശ്രമത്തിലെ ജോർജ് പുറപ്പാട്ടച്ഛന്, നമ്മുടെ ഇടവകമായ കൊച്ചച്ഛനും നവവൈദികനുമായ അഖിലൻ കാപ്പലച്ഛൻ, ഇവരെ ഏറെ സ്നേഹത്തോടെ ഈ ബലിയിലേക്ക് സ്വാഗതം ചെയ്ത് തോന്നിയിറങ്ങിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ദൈവബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം.
സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താനാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമെവിടെ ഭവിക്കണമേ. സുഖമെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ശിഖാപരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സർവ്വേശ്വരൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. മരുതിരവങ്കയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിക്കുമെന്നും അനവരത്തിൻ മമനാഥാനും മഹിമയ്ക്കഴവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ള കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യ നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സുമേതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ബലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം മരണായി വന്നൊരിവരുന്നു, രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനതൊടുത്തിടട്ടെ. തുലിത പോലെ അതുപോൽ സുഖം പരിശുദ്ധാത്മാവെന്നും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച കർത്താവിശ്വംസിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി.
അധ്യായം 6 വാക്യങ്ങൾ 25 മുതൽ 33 വരെ. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യശിവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനെ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ പ്രവർത്തിക്കുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഒത്തിരി ദിവസത്തെ ഒരുക്കങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമൊക്കെ ശേഷം ഇന്ന് കർത്താവിൻ്റെ ഈ ബലിവേദിയിൽ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോയെ അധരത്തിലും ഹൃദയത്തിലും സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ഈശോയെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. ആദ്യമായിട്ട് ഈശോയെ അധരത്തിൽ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് പുറകിൽ അധ്വാനിച്ച ഒത്തിരി പേരുണ്ട്. നിങ്ങളെ ഒരുക്കിയവരുണ്ട്. മാതാപിതാക്കന്മാരുണ്ട്, വികാരിയച്ഛനുണ്ട്, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന് ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ ഒരു അവസരമാണ്. പക്ഷേ ആ ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒത്തിരി അർത്ഥമുള്ള ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത്. നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ നിങ്ങളെ അനുമോദിക്കാനായിട്ട് ആഘോഷിക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ വരും. അതിനേക്കാൾ ഒത്തിരി മുകളിൽ ഒരർത്ഥമുള്ള ദിവസമാണ്. 10-ാം പിയൂസ് മാർപ്പാപ്പയോട് അദ്ദേഹം മാർപ്പാപ്പയായപ്പോൾ പത്രക്കാർ വന്ന് ചോദിച്ചു, പപ്പ, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസം ഏതാണ്? അപ്പോൾ അതിന് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നൊരു ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ട ഈ ദിവസം, അല്ലെങ്കിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം എന്നൊക്കെയായിരുന്നു. പക്ഷെ അദ്ദേഹം നൽകിയ മറുപടി, ഞാൻ ആദ്യമായിട്ട് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച കുർബാന സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസം എന്നാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. കൊച്ചുത്രേസ്യ ഈശോയെ സ്വീകരിക്കാനായിട്ട് കൊതിച്ചിരുന്ന ഒരു കൊച്ചുത്രേസ്യ. നമ്മുടെ ദേവാലയം വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രസക്തിയുണ്ട് നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. കൊച്ചുത്രേസ്യയെ കുറിച്ച് പറയുന്നത്, എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ദിവസം എന്നാണ്. എന്നിട്ട് ഒത്തിരി സ്നേഹത്തോടുകൂടി ഈശോയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഈ കൊച്ചുത്രേസ്യയെ അവളുടെ ആത്മകഥ നവമാലികയിൽ കാണുന്നുണ്ട്. ഈശോയ്ക്ക് എൻ്റെ സ്നേഹചുംബനം, ഈശോയ്ക്ക് എൻ്റെ മധുര ചുംബനം, ഈശോയ്ക്ക് എൻ്റെ ഹൃദയ ചുംബനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ച ദിവസത്തിൽ അവൾ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വന്ന ദിവസം. അതിന് അവൾ എഴുതി പറയുകയാണ്, ഒരു കടലിലേക്ക് ഒരു തുള്ളി വെള്ളം വീണതുപോലെ എൻ്റെ ഈശോയിലേക്ക് ഞാൻ അലിഞ്ഞു ചേർന്ന ദിവസമാണ് ഇന്ന് എന്നാണ് കൊച്ചുത്രേസ്യ തൻ്റെ ആദ്യ കുർബാന സ്വീകരണ ദിനത്തെക്കുറിച്ച് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലേഖനത്തിലും സുവിശേഷത്തിലും നമ്മൾ വായിച്ചു കേട്ടൊരു കാര്യമുണ്ട്. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറയുന്ന ഈശോ. ഈശോ തന്റെ അവസാനത്തെ അത്താഴത്തിന്റെ സമയത്ത് അപ്പമെടുത്ത് ഉയർത്തി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്,
നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുക. അതിനുശേഷം കാസയെടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്തമാണിത്, നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഈശോ എന്ന സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാനാണ് ജീവന്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം ഞാനാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും. ഈശോ തൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം 33 വർഷത്തെ ജീവിതത്തിന് ശേഷം 3 ദിവസം തൻ്റെ ശിഷ്യന്മാരോടും ഈ ലോകത്തോടും ചേർന്ന് ഒട്ടി നിന്ന ജീവിതത്തിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ദൈവം തന്നെ ഏൽപ്പിച്ച ഏറ്റവും വലിയമായ ഉത്തരവാദിത്വം, ദൈവത്തിന്റെ സ്നേഹവും രക്ഷയും ലോകത്തിലേക്ക് പങ്കുവെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന സമയത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്കും കൂടെയുള്ളവരോടും പറഞ്ഞ് ഈ ലോകത്തിനു മുഴുവൻ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഈ വിശുദ്ധമായ അപ്പത്തിലും വീഞ്ഞിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കേട്ട് സുവിശേഷത്തിന്റെ അടുത്ത ഭാഗം നമ്മൾ കാണുന്നുണ്ട്, ഒത്തിരി പേര് അവർ വിട്ടുപോയി, എങ്ങനെ ഇവന്റെ ശരീരം ഭക്ഷിക്കും, ഇവന്റെ രക്തം എങ്ങനെ പാനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് യേശുവിനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നില്ലേ? അപ്പോൾ ഈശോ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ കയ്യിലാണ്. അപ്പോൾ ഈശോ പറയുന്ന കാര്യമുണ്ട്, അപ്പം ഭക്ഷിതൃപ്തരായതുകൊണ്ട് അല്ല നിങ്ങൾ ഇത് അന്വേഷിച്ചു. ശരിക്കും പത്രോസ് പറയുന്നത്, പത്രോസിന്റെ ഒരു വിശ്വാസ സാക്ഷ്യമാണ്, ഞാൻ നിന്നെ ഭക്ഷിക്കാൻ തയ്യാറാണ്, ഞാൻ നിന്നെ പാനം ചെയ്യാൻ തയ്യാറാണ്, കാരണം നിത്യജീവന്റെ അച്ചാരമായ നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പത്രോസ് അത് പറയുന്നത് യേശു കാണിച്ച ഏതെങ്കിലും അത്ഭുതം കണ്ടിട്ടല്ല, യേശു ആയിരങ്ങളെ അപ്പം വർദ്ധിപ്പിച്ച് തൃപ്തരാക്കുന്നത് കണ്ടിട്ടുള്ള അത്ഭുതം കൊണ്ടല്ല അത് പറയുന്നത്, അല്ലെങ്കിൽ ആ സമൂഹം ഉയർപ്പിച്ചത് കണ്ടിട്ടല്ല പറയുന്നത്. കാരണം ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആഴം മനസ്സിലാക്കിയിട്ടാണ്. ഇന്നും ഈ അവിശ്വാസത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. ഈ അപ്പത്തിൽ എങ്ങനെ ഈശോ വരും? ഈ വീഞ്ഞിൽ എങ്ങനെയാണ് ഈശോ ഉണ്ടാകുന്നത്? ഇതെങ്ങനെ, ഈ വീഞ്ഞ് എങ്ങനെയാണ് യേശുവിന്റെ രക്തമായി തീരുന്നത്? ഈ തീവുള്ള ഓസ്തി എങ്ങനെയാണ് യേശുവിന്റെ ശരീരമായി തീരുന്നത്? സഭ വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങൾ ഒരു മാറ്റവും ഉണ്ടാകാതെ അതിൻ്റെ സത്തയിൽ മാറ്റം നൽകിയാണ്, മാറ്റം വരുത്തിയാണ് ക്രിസ്തു അതിൻ്റെ ഭാഗമായി തീരുന്നത്. ക്രിസ്തു അപ്പവും തൻ്റെ ശരീരവും രക്തവുമായിട്ട് ഇതിനെ മാറ്റുന്നത്. ഇന്ന് ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഒത്തിരി, 100 കണക്കിന് അത്ഭുതങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. 100 കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. അതിൽ ഏറ്റവും പഴമയുള്ളതും ഏറ്റവും ശക്തവുമായ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ച് പറയുന്നത് അത് ഇറ്റലിയിൽ നടന്ന ഒരു അത്ഭുതമാണ്. അത് 700-ലാണ്, AD 700-ലാണ്, ഏകദേശം 1300ഓളം വർഷങ്ങൾ മുമ്പ് ഒരു വൈദികൻ തിരുവോസ്തി വിശുദ്ധ കുർബാനയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം, ഇത് ശരിക്കും യേശുവിന്റെ രക്തം ശരീരമായി തീരുപോയി. ആ നിമിഷം ആ തിരുവോസ്തി യേശുവിൻ്റെ ശരീരമായി മാറി, മാംസമായി മാറി. അത് ഇന്നും ഇറ്റലിയിൽ പരിശുദ്ധമായി 1300ഓളം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു പഠനം നടത്തിയപ്പോൾ അന്നും ഏകദേശം 1300 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അത് വളരെ വ്യക്തമായിട്ട് ജീവന്റെ തുടുപ്പുള്ള കോശങ്ങളുള്ള മയോകാർഡിയൽ സെൽസ് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ശാസ്ത്രലോകത്തിന് ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഇത് ഒരു അത്ഭുതം. ഇങ്ങനെ ആയിരക്കണക്കിന് 100 കണക്കിന് അത്ഭുതങ്ങളുടെ കഥയുണ്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്. കാരണം ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജീവന്റെ തുടുപ്പുമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്നും ജീവിക്കാനായിട്ട് കടന്നു വരുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നടക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഈ ഈശോയാണ് കുഞ്ഞുമക്കളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഈശോ സ്വീകരിക്കാൻ ഒരുങ്ങിയോ? നന്നായിട്ട് ഒരുങ്ങിയോ? ശരിക്കും ഒരുങ്ങിയോ? ഈശോ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഇന്ന് ഈശോ ദിവ്യകാരുണ്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈശോയെ നിങ്ങൾ കൂടെ നിർത്തൂ എന്നും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? സ്വരം കേൾക്കട്ടെ, ഉണ്ടാവുമോ? ഉണ്ടാവുമോ?
അതോ ഈശോ ഇന്നത്തെ കഴിഞ്ഞിട്ട് ഈശോയെ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ വഴിക്ക് പോകും? ഈശോ നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നേടാവുന്നതിൽ ഏറ്റവും വലുത് ഈശോയാണ്. ആ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈശോ വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഓരോ ദിവസവും ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുക, സ്വന്തമായിട്ട് സ്വീകരിക്കുക. ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ, ക്രിസ്ത്യാനി അല്ലാത്തൊരു ടീച്ചർ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ 1-2 ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ടീച്ചർ കൗതുകത്തിലൂടെ ചോദിച്ചു, നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ടീച്ചർ ക്രിസ്ത്യാനിയൊന്നുമല്ല, ടീച്ചർ ചോദിച്ചു, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ എന്താ നിങ്ങൾ സ്വീകരിക്കുന്നത്? അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈശോയെ സ്വീകരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ ടീച്ചർ ചോദിച്ചു, നിങ്ങൾ സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഈ തിരുവോസ്തിയിൽ ഈശോ ഉണ്ട് എന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്. അപ്പോൾ ടീച്ചർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എത്ര ദിവസമായി? അപ്പോൾ ഒരാൾ പറഞ്ഞു 2 ആഴ്ചയായി, ഒരാൾ പറഞ്ഞു 1 മാസമായി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞതുപോലെ ആ തിരുവോസ്തിയിൽ ഈശോ ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ ഈശോയെ എന്നും എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമായിരുന്നു. ആ തിരുവോസ്തിയിൽ ദൈവമുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ ഈശോയെ എന്നും, ആ ദൈവത്തെ എന്നും എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഈ തിരുവോസ്തിയിൽ ഈശോയുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്ന ഈ തിരുവോസ്തി, നമ്മൾ പാനം ചെയ്യുന്ന ഈ തിരുരക്തത്തിൽ ഈശോയുണ്ട്. അത് പറഞ്ഞത് ക്രിസ്തുവാണ്. അവനാണ് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്. അവൻ കാലഘട്ടങ്ങളിലൂടെ അത് വീണ്ടും വീണ്ടും അത്ഭുതങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഈ ഓരോ തിരുവോസ്തിയിലും, വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെട്ട തിരുവോസ്തിയിലും ഈശോയുണ്ട്. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാം. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഇന്ന് കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തു ഒരിക്കലും ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതിന് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ വിശ്വാസ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാം. വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി കുഞ്ഞുങ്ങളെ തമ്പുരാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളർത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും വസിക്കട്ടെ. തമ്പുരാൻ നിങ്ങളെ വഴി നടത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അങ്ങയുടെ സ്നേഹ സാന്നിധ്യങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിവുള്ള ഹൃദയം ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് അരുളിച്ചത് യേശുനാഥ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹൃദയ പരിശുദ്ധിയും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അയോഗ്യതയോടെ കർത്താവിനൊപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്ത കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റുകാരാകാതിരിക്കുവാൻ അനുദിനം ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ആത്മീക ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ ഈ ദിവ്യഭോജനം ജീവിതകാലം മുഴുവൻ താത്പര്യപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ശരീരം ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വേദനിക്കുന്നവരിലും വിശക്കുന്നവരിലും അങ്ങയുടെ മുഖം ദർശിക്കുവാനുള്ള വെളിച്ചം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ, വിശുദ്ധിയിലും ഈ ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ വെല്ലുവിളിത്തെ സമീപിക്കുവാനും അങ്ങയുടെ ശരീരങ്ങൾ സ്വീകരിക്കുവാനും ഈ കുഞ്ഞുങ്ങൾ ഒരുക്കിയ മാതാപിതാക്കളെയും അധ്യാപകരെയും മറ്റുള്ള ഉപകാരികളെയും അങ്ങയുടെ വരദാനങ്ങൾ നൽകിയ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് എന്ന് പഠിപ്പിച്ച ഈശോയെ, അങ്ങയുടെ പക്കൽ അടഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. വളർച്ചയുടെ വഴിത്തിരിവോടെ അങ്ങ് ഇവരെ വഴികാട്ടിയായിരിക്കണമേ. അങ്ങയുടെ അടുക്കൽ വരുന്നതിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ തടയാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ.
ഇവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിതവും പ്രവർത്തനവും അങ്ങയോടൊത്ത് വളരുന്നതിൽ നിന്ന് ഇവരെ തടയാൻ കാരണമാകരുതേ. അങ്ങയുടെ ശിക്ഷണവും സംരക്ഷണവും ഈ കുഞ്ഞുങ്ങളോടും ഇവരുടെ മാതാപിതാക്കളോടും കൂടി ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ അണിഞ്ഞിരിക്കുന്ന ഇവർ സുഖരായതിലെ മഹാവിരുന്നിന് അർഹരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശരണം തേടുന്നു
സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംസ്ഥാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി ഉയർന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് പിതാവിനെ മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വന്നിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ സഹായം ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യങ്ങളെ ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം ക്രിസ്തുവിൽ ആരംഭിക്കുവാൻ നീ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരാർക്കന്മാരും മേജരാശിപുഷ്പമാരും മെത്രാപരത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും വരികളുടെയും മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ തിരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും പരിശോധിക്കുവിൻ. വിശ്വയുടെ കൃപയാൽ ഇവർ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ ജീവന് കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സർവ്വദേവനാഥനായ ദൈവം തന്റെ ഇഷ്ടം നിർവഹിക്കുവാൻ അംഗീകരിക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേ തിന്മകൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഓർജിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ രക്തങ്ങളാം ദിവ്യരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കന്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും എന്താതൊരു വിശുദ്ധോടെ കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നമ്മൾ അതിന്റെ ഭാഗത്തുനിന്ന് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നതായി സൂക്ഷിച്ചു വീക്ഷിക്കുകയും വൈവിധ്യജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയും വിചാരമുള്ള സ്രോതത്തിലേക്ക് ഉയർത്തിയും ശുദ്ധരായി ഏകൃതര മുക്തിയോടെ കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ും
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും ഇതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവരുടെ അറിവ് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ നീക്ക് ഞങ്ങൾക്ക് ധന്യത സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നവരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദേവീശ്വരൻ ഞങ്ങൾ പങ്കാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു ഞങ്ങളെ സമുദ്രിക്കുകയും പ്രതരാൻ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുഖത്തുമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പിതാവേ, സിദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും വിരോധാദൃശ്യമായ മാർ ജോർജ് മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാന സമർപ്പിതർ, അന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എല്ലാവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കൃപാലയങ്ങൾ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തവരുടെ ബഹുമാനത്തിനും അങ്ങയുടെ സ്ഥലത്തിൽ പ്രതിനകമായി വിധവർജിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശകളും കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ നിങ്ങളുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും നിങ്ങളെ പഠിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, നിങ്ങളുടെ നാഥനും രക്ഷകനുമായി വിശ്വസിച്ചതായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി അവരോട് പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാലയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിശ്രയിലെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നുമേ
ദൈവമേ, ഇങ്ങനെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണഗ്രഹമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദിവ്യകുമാര രസങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വംസിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാപാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മശരീര നൈർമല്യത്തോടെ ഈശോയുടെ ശരീരത്തെ നമ്മൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മാതാപിതാക്കളും അധികാരികളും എന്നിവരിലൂടെയുള്ള അങ്ങയുടെ സ്വരം അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. സ്വന്തം താല്പര്യങ്ങൾക്കായി കൂട്ടുകാരെയും അയൽക്കാരെയും അവഗണിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതിന് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. വീട്ടിലും ദേവാലയത്തിലും വെച്ച് താത്പര്യപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാതിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. സത്യത്തിനും സ്നേഹത്തിനും യോജിക്കാത്ത വിധത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് ഞങ്ങൾ ക്ഷമയാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവം നൽകിയ വിലയേറിയ സമയം അതിസമയ പാഴാക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്നതിന് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളരുവാനുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഞങ്ങൾ പ്രതിപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മറ്റുള്ളവരുടെ വസ്തുക്കൾ സ്വന്തമാക്കുകയും നശിപ്പിക്കുകയും മറ്റും ചെയ്തത് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധവും കാര്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗ്ഗരായ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ ദർശനത്തിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്നങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടാരൂപിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിലേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലൂടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ദാനം കാണുവേൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവേൻ. കുട്ടികൾ, മാതാപിതാക്കന്മാരും പ്രധാന കാർമ്മികരിൽ നിന്ന് കുർബാന സ്വീകരിക്കുക. ബാക്കിയുള്ളവർക്ക് അതാത് സ്ഥലങ്ങളിൽ നിൽക്കുന്നിടത്ത് കുർബാന വൈദ്യുതി നൽകുന്നതാണ്. കുർബാന സ്വീകരിക്കാൻ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം അനുസരിച്ച് സ്പേസ് ഇട്ട് ആവുന്നതെന്ന് തിരക്ക് കൂട്ടാതെ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളോടൊപ്പം മാതാപിതാക്കന്മാരും ആ കുട്ടികളുടെ മാതാപിതാക്കന്മാരും അപ്പനും അമ്മയും കുർബാന സ്വീകരിച്ച് അടുത്ത കുട്ടികൾ കടന്നു വരിക. ആ രീതിയിൽ എപ്പോഴും മുമ്പോട്ട് വരത്തിൽ കയറ്റി വിടുക. ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. വരും നേരമെൻ ജീവിതം സർവവും അലിവെഴും സ്നേഹത്തിൻ നിറവായിടും. നീ വരും നേരമെൻ ജീവിതം സർവവും അലിവെഴും സ്നേഹത്തിൻ നിറവായിടും. സ്നേഹം ചൊരിഞ്ഞിടാൻ ഓസ്തിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ? സ്നേഹം ചൊരിഞ്ഞിടാൻ ഓസ്തിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ?
മനസ്സാകുന്നു. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ആധിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ആധിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ഭാരം വഹിച്ചെന്നും ഞാൻ തളരുമ്പോൾ എന്നെ താങ്ങിടാൻ നീ. അതികുർബാന സ്വീകരിച്ച കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനകൾ നൽകുകയാണ്. ജൂബിലി വർഷത്തിൽ അതികുർബാന സ്വീകരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അതിന് ഭാഗ്യം ലഭിച്ചവരാണ്. ദൈവസന്നിധിയിൽ നന്ദിയോടെ ഒക്കെ കുട്ടികൾ വ്യാപരിക്കുക. ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ കൂട്ടുകാരായിട്ടൊക്കെ വളർന്നു വരിക. അതിനുള്ള കൃപ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കഴിയുന്ന കുട്ടികൾ വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ വരിക. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ജീവിക്കാൻ സാധിക്കണം. ആ തിരുബാന ദൈവ ഐക്യത്തിൻ്റെ ഉദാശയാണ്. ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്. ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധമായ ഐക്യം, ദൈവവുമായിട്ടുള്ള ഐക്യം. അതുകൊണ്ട് ഈശോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ആ ഈശോയെ സ്നേഹിച്ച്, ഈശോയിൽ ചേർന്ന്, ഈശോയുടെ മധുരമനുസരിച്ച് ഒക്കെ ജീവിക്കുവാനും ജീവിതത്തിൽ വിജയം വരിക്കുവാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കന്മാരും അഭിനന്ദിക്കുന്നു. മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി വിശ്വാസത്തിൽ, നന്മയിൽ, നല്ല മൂല്യബോധത്തിലൊക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് മാതൃപരമായിട്ട് അവരുടെ മുമ്പിൽ വ്യാപരിക്കുവാൻ ഒക്കെ അപ്പനും അമ്മയ്ക്കൊക്കെ സാധിക്കട്ടെ. ഞങ്ങളെ അഭിനന്ദിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഇവരെ ഒക്കെ ക്ലാസ്സും മറ്റെല്ലാം പഠിപ്പിച്ച് അണിച്ചൊരുക്കിയ നോർമൽ സിസ്റ്റേഴ്സാണ്. അവരെ നന്ദിയോടെയൊക്കെ ഓർക്കുക. സിസ്റ്റർ ജൂലി സിസ്റ്റർ, സിസ്റ്റർ ആനീസ്, സിസ്റ്റർ ഫിൽസി, 3 പേരാണ് ഇവരെ ഈ ദിവസങ്ങളെല്ലാം വേണ്ട എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പ്രത്യേകിച്ച് എല്ലാ ദിവസവും ക്ലാസ്സൊക്കെ എടുത്ത് പഠിപ്പിച്ച് അവരെ ഒരു അറിവുള്ളവരും വിശുദ്ധിയുള്ളവരാക്കി തീർത്തത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇടവേൾക്കാരെല്ലാവരുടെ പേരിൽ സിസ്റ്റേഴ്സിനും എൻ്റെ പേരിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കുർബാന കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് പാരിഷ് ഹോളിൽ കാപ്പി അടിക്കുന്ന ശേഷമേ പുറത്തേക്ക് ഫോട്ടോ എടുക്കാൻ പോകുള്ളൂ. കഴിഞ്ഞ ഉടനെ അവരെ പാരിഷ് ഹോളിലേക്ക് കൊണ്ടുപോകുക. ചെറിയ കാപ്പി അവർക്കൊണ്ട് കാപ്പി കുടിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോട്ടോകൾ എടുക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക്. പുറത്ത് പള്ളിയിൽ കുർബാന ഉടനെ പൊതുവായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന പള്ളിക്കകത്ത് വെച്ച് കുട്ടികളും കാർമ്മികരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ബാക്കിയെല്ലാം പിന്നീട് പള്ളിക്കകത്ത് എടുക്കണമെങ്കിൽ എടുക്കുക. കുട്ടികളുടെ നിർത്തിക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് വലിയ വർത്തമാനമോ യോഗങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മുടെ ഇവിടെ വന്ന വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് നല്ല മനോഹരമായ സന്ദേശവും ഒക്കെ നൽകിയ മുഖ്യ കാർമ്മികൻ ബഹുമാനപ്പെട്ട റിനോജ് കോട്ടക്കാരനച്ഛൻ നമ്മുടെ കാർമിക വാഴ്ചയുടെ വിക്കർ പ്രൊഫഷണലാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ
ഇടവക്കാരുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് അതിലാണ് ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ പേരിലുള്ള നന്ദിയും പ്രാർത്ഥനകളൊക്കെ ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിൽ പങ്കുചേർന്ന തോമസ് കുമ്പകലച്ചനും മറ്റ് ഇടവാശ്രമത്തിലെ വൈദികർക്കും എല്ലാവരുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കുർബാന കഴിഞ്ഞ കുട്ടികൾക്ക് ഒത്തിരിയും ജപമാലയും വെഞ്ചരിച്ചു കൊടുക്കുന്നുണ്ട്. മാതൃഭക്തിയിൽ വളരാൻ വേണ്ടിയിട്ടുള്ള പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം കുട്ടികളുടെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾക്ക് ഒത്തിരിയും വെഞ്ചരിച്ചു കൊടുക്കുന്നു. ജപമാലയും കൊടുക്കുന്ന കുട്ടി എല്ലാ ദിവസവും ജപമാലയിൽ പ്രാർത്ഥിക്കണം. മരിയ ഭക്തിയിൽ വളരണം, മാതൃഭക്തിയിൽ മാതാവിനുള്ള ഭക്തിയിലും വളരണം. ഈശോയെ സ്നേഹിക്കാൻ കുർബ ലഭിക്കുന്നത് മാതാവിനുള്ള ഭക്തിയിൽ വളരുമ്പോഴെന്ന് പറയുക. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന നമുക്ക് തന്നെയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, പരിശുദ്ധ മാതാവിലൂടെ ഈശോയിലേക്ക്. നമ്മൾ ആ രീതിയിൽ കുട്ടികളെല്ലാവരും ജപമാലയൊക്കെ ചേർന്ന് എല്ലാ ദിവസവും ഇനി മുതൽ അതുകൊണ്ട് തിരികെ ധരിക്കുക. സർവ്വതിന്മകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. തിരികെ ധരിക്കുന്നതിലൂടെ പ്രമേയം കഴിഞ്ഞ ഉടനെ തിരികെ വെച്ചരിച്ച് നൽകുന്നതുമായിരിക്കും. ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കഴിഞ്ഞ് 5 മണിക്ക് യുവജന സംഘമാണ്. നമ്മുടെ എല്ലാ യുവജനങ്ങളും 5 മണിക്ക് വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിക്കുക. പങ്കെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടക്കടയ മോചനത്തിനായി അങ്ങ് കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകി ദാനത്തെ കുറിച്ചുമായ കൃത്യത്തിന് സ്തുതിയും ബഹുമാനവും കൃതതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സ്ഥിരതവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുടെ രാജ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹത്തിനാവാസകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. സ്വന്തോരത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ പിടിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. അവരിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലൻ നീവരിൽ പങ്കാളികളാ
നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ ദൈവികമാ ശുദ്ധിയേഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോൾ എപ്പോഴും എന്നേക്കും. വിശുദ്ധ കത്രീശ്വര തിരുനാളുകൾക്കുമായുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ വിശ്വാസം ഉറപ്പിക്കണമേ. സൗകര്യപ്രത്യാശ്രയങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. എല്ലാ സൃഷ്ടവസ്തുക്കളും സൃഷ്ടാവിനെ ദർശിക്കുവാനും തിന്മയ്ക്ക് പകരം നന്മ നൽകി എല്ലാ ദൈവമുക്തത്തിനായി ഉപയോഗപ്പെടുത്തുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസവും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ദൈവത്തിലുള്ള സുസഹജമായ സ്നേഹവും പാപികളുടെ മാനസാന്തരമുള്ള തീവ്രമായ ആഗ്രഹവും കൊണ്ട് ജീവിതത്തിലേശിയാണ് ദൈവത്തെ ധന്യമാക്കിയ മിശിഹായെ വിശ്വാസത്താലും നിർമ്മലതയാലും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ എൻ്റെ സമയം ഭൂമിയിൽ നന്ദിയതിനായി ഞാൻ വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സകലങ്ങൾക്കിടയിലും ദൈവത്തെ സ്നേഹിക്കുകയും സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി തൻ്റെ വേദനകൾ കാഴ്ചവെക്കുകയും ചെയ്ത വിശുദ്ധിയുടെ മാതൃക അനുസരിച്ച് സകലങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റുവാനുള്ള അനുഗ്രഹം നൽകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരികാലയത്തിലെ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ സ്വർഗത്തിലേക്കുള്ള കുറുക്കവഴി കണ്ടെത്തുകയും നിസ്സകാര കാര്യങ്ങൾ പോലും ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധയെ പോലെ ജീവിതത്തെ ഒരു ദിനത്തിന് ബലിയായി അർപ്പിക്കുവാനുള്ള കൃപാവനം നൽകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങൾ സഹജമായ സ്നേഹവും നിർമ്മലതയും പ്രതീക്ഷിക്കുന്ന മിശിഹായെ അങ്ങേ പരിശ്രമത്തിലെ ആവശ്യത്തിലെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് സുഹൃതങ്ങളിൽ അഭിവൃദ്ധിയും ക്ലേശങ്ങളിൽ സകല ശക്തിയും പ്രദാനം ചെയ്യണമേ. സുവിശേഷ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധിയുടെ മാതൃകയെ അനുസരിച്ച് പാപിയുടെ മാനസാന്തരത്തിനായി നിർദ്ദേശിക്കുവാനും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സജീവമായി സഹകരിക്കുവാനുള്ള സന്മനസ് ഞങ്ങൾ നൽകുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലോകരക്ഷകനായ മിശിഹായെ അങ്ങയോടും അങ്ങയുടെ മാതാവായ കർമ്മനാഥിനുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധാനമാകുവാൻ വേണ്ടി ഞങ്ങൾ ധരിക്കുന്ന യുദ്ധങ്ങൾ ആശീർവദിക്കണമേ. പരിശുദ്ധരിയാമയത്തിനും അസ്വസ്ഥയാൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദപരത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. കുട്ടികൾ നിങ്ങളെന്ത് ആഗ്രഹിക്കുന്നു? പുത്രിയ സഭയിൽ അംഗങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർമ്മനാഥിയുടെ പ്രത്യേക സംരക്ഷണത്തിന് അടയാളമായ പുത്തിരിയം ഭക്തിപൂർവ്വം ധരിക്കുവാനും ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കുവാനും ദൈവമാതാവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പുത്രിയ സഭയുടെ അംഗങ്ങളായി നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കർമ്മനാഥിയുടെ സംരക്ഷണവും നിങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. ഈ ഉത്തിരിയം നിരന്തരം ധരിക്കുകയും വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യുവൻ.
പരിസ്ഥിതിയമറിയത്തിൻ്റെ മറിയത്തെ ഉത്ഭവത്തിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവായി ഉയർത്തുകയും ചെയ്ത ദൈവമേ, ആ മാതാവിനെ അനുകരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും എപ്പോഴും അങ്ങേ തിരുമനസ് നിറവേറ്റുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ശിവസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.